ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെത്യാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ 2 ടൈപ്പ് മൈസൂർ പാക്ക് കിട്ടും. ഗീ മൈസൂർ പാക്കും കിട്ടും, അല്ലാത്ത നോർമൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള മൈസൂർ പാക്കും കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗീ മൈസൂർ പാക്കാണ്. ഇനിയിപ്പോൾ ദീപാവലിയൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ സ്വീറ്റ്സ് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന മൈസൂർ പാക്ക് 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ആ 3 ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 100 ഗ്രാമിൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ അളന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 100 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 100 ml നെയ്യാണ്. അപ്പോൾ എല്ലാം ഈക്വൽ പ്രപ്പോർഷനിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രപ്പോർഷൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ മൈസൂർ പാക്ക് ചെയ്യുമ്പോൾ പ്രപ്പോർഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കത് കറക്റ്റ് പരുവത്തിന് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഈക്വൽ പ്രപ്പോർഷനിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കടലമാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നേരമൊന്നും ആവണ്ട കേട്ടോ. ആ കടലമാവിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറി കിട്ടാനായിട്ടാണ് നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കുന്നത് പാനിലിട്ടിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കടലമാവ് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായി ഒന്ന് അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിൽ കട്ടകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാനായിട്ടാണ് നമ്മൾ നന്നായിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 വട്ടം അരിച്ചിട്ടാണ് കടലമാവ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊരു 5-6 മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തീ ആവരുത് കേട്ടോ. ഒരുപാട് തീ ആയാലും ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്കിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടി ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിത് മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കടലമാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ഞാനിപ്പോൾ ഉരുക്കി എടുത്തിട്ടാണ് ചേർക്കുന്നത്. അല്ല കട്ടയുള്ള നെയ്യാണെങ്കിൽ ഒന്ന് ഉരുക്കി എടുത്തിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ. നമുക്കിത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പഞ്ചസാര പാനിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ അപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ നേർപകുതിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 100 ഗ്രാം പഞ്ചസാരയ്ക്ക് 50 ml ആണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഈ പഞ്ചസാര നന്നായിട്ട് ഒന്ന് അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോരട്ടോ, നമുക്കിതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. സത്യം പറഞ്ഞാൽ പഞ്ചസാര പാനിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ ചെയ്യുന്ന മൈസൂർ പാക്കിൻ്റെ കൺസിസ്റ്റൻസി ഇരിക്കുന്നത്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മളിതിലേക്ക് കടലമാവ് ചേർക്കുമ്പോൾ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവമൊക്കെ ആയിട്ടുണ്ട്, എന്നാലും 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തിയിട്ടില്ല. അപ്പോൾ 2 മിനിറ്റും കൂടി നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഒരു നൂല് പോലെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി. അപ്പോൾ ഇത്രയും മതി. ഇനി നമ്മളിത് കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലമാവിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവിൻ്റെ കൂട്ട് ചേർക്കുന്നതിന് മുമ്പായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാൻ. കാരണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കടലമാവ് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരാൻ തുടങ്ങും കേട്ടോ. നമുക്കതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. നമ്മളുടെ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരാൻ തുടങ്ങും. ഇത് നല്ല രീതിയിൽ നമുക്ക് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവം വരെ നമുക്കിത് ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് ഫ്ലെയിം ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇത് ചെയ്താൽ ഇത് പെട്ടെന്ന് മൂത്ത് പോകും. അപ്പോൾ പിന്നെ നമ്മളുടെ മൈസൂർ പാക്കിന് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇതിപ്പോൾ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ആ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ട്രേ നെയ്യൊക്കെ തേച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാനൊക്കെ നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് സെറ്റാക്കി വെക്കണം കേട്ടോ. കാരണം നമ്മളിത് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് അതിലിരുന്ന് തന്നെ ഇത് സെറ്റായി പോകും. അപ്പോൾ പാനൊക്കെ നേരത്തെ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ ഇത് കേക്കിൻ്റെ മോൾഡിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കേക്ക് മോൾഡ് ഇല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഏതൊരു പാത്രമായാലും മതി. സ്റ്റീൽ പാത്രം ആയാലും അല്ലെങ്കിൽ ഗ്ലാസ് ബൗളായാലും ഇപ്പോൾ ഏതാണോ നമ്മളുടെ കയ്യിലുള്ളത് അതിൽ നെയ്യൊക്കെ നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് മതി. അത് കഴിയുമ്പോൾ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫൈനലി നമ്മളുടെ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ തന്നെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ. ഹാപ്പി ദീപാവലി.